ഇപ്പോൾ പ്രതീഷ് ഉണ്ട് ടെലിഫോൺ ലൈനിൽ. വിജയ് ഫാൻസ് അസോസിയേഷന്റെ പ്രതിനിധിയാണ്, ഓൾ കേരള വിജയ് ഫാൻസ് അസോസിയേഷന്റെ പ്രതിനിധിയാണ്. പ്രതീഷ്, ഇപ്പോൾ ഈ സംഭവത്തിൽ വിജയുടെ ഒരു ആദ്യ പ്രതികരണം ഒരല്പം വിശദമായ പ്രതികരണം തന്നെയാണ്. അത് താങ്കൾ കേട്ടിട്ടുണ്ടോ? അത് കണ്ടായിരുന്നു. അതെ, അപ്പോൾ അതിലൊരു ഗൂഢാലോചന എന്നുള്ള വാദം അത് കോടതിയിലും ഉന്നയിച്ചിട്ടുള്ളതാണ് ടി.വി.കെ. ഇപ്പോൾ ഇവിടെയും വിജയ് പറയുകയാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഇത് സംഭവിച്ചത്, ഒരു ഗൂഢാലോചനയുണ്ട്, സത്യം പുറത്തു വരണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഗൂഢാലോചനയുണ്ട് എന്നൊക്കെയുള്ളത് നിങ്ങളും ആ ഒരു വാദത്തിൽ തന്നെ നിൽക്കുകയാണോ? അതെ, നമ്മളത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ അത് വിജയ് സാർ ഇതുപോലൊരു വീഡിയോ ട്വിറ്റർ വഴി പുള്ളി പ്രതികരിക്കുമെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ഇപ്പോൾ കാരണം സംഭവം നടത്തിയപ്പോൾ ഇപ്പോൾ 3-ാം ദിവസത്തിലും പുറത്ത് വരുന്ന വാക്കുകൾ, പുറത്ത് പറയുന്ന വീഡിയോ, ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന സാധാരണ ആൾക്കാരുകൾ തന്നെ പറയുന്നുണ്ട് അവിടെ DMKയുടെ ആളുകൾ, പ്രതിനിധികൾ കയറി ഉപദ്രവിക്കുകയും മാത്രമല്ല പുറകെ കുത്തുകയും കത്തികൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ള വീഡിയോകൾ വരുന്നതാണ്. അപ്പോൾ പല വീഡിയോസും ഇപ്പോൾ ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും കടന്ന് വരുന്നതെല്ലാം ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആ ഒരു ഇതിൽ തന്നെയാണ് ഇതിനു മുമ്പും ഈ പറയുന്ന വിജയ് നടത്തിയ പ്രോഗ്രാമുകൾക്ക് പല തടസ്സങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിന് ഉണ്ടായത് വളരെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിൽ ഉറച്ചു നിന്നതുകൊണ്ട് തന്നെയാണ് വിജയ് എന്ന് പറയുന്ന ഒരാൾ, ഒരു രാഷ്ട്രീയ നേതാവ്, ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന്. അല്ല, ഇപ്പോൾ ഇത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് കോടതി പറഞ്ഞതും താങ്കൾ കേട്ടിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതായത് കരൂർ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് പറഞ്ഞിട്ടുള്ളത് ടി.വി.കെയുടെ വാദം 10,000 പേരെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാണ്. അപ്പോൾ കോടതി ചോദിക്കുകയാണ്, വിജയെ കാണാൻ ഒത്തിരി ആളുകൾ വരുമെന്നത് നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ വരുമ്പോൾ ഈ 10,000 എന്ന കണക്ക് നിങ്ങൾ അവിടെ വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, എത്രയോ മണിക്കൂറുകൾ വൈകിയാണ് വിജയ് അങ്ങോട്ടേക്ക് എത്തിയത്. അതിലൊന്നും പ്രതീക്ഷിന് വിരുദ്ധാഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ആരാധക വൃന്ദത്തിന്റെ നടുവിലേക്കാണ് വിജയ് എത്തുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ എന്ന ചോദ്യം, ഒരു രാഷ്ട്രീയ നേതാവ് കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണോ ഇത്? ഇത്രയും മണിക്കൂറുകൾ വൈകി എത്തുന്നു, പിന്നീട് ഈ സംഭവമൊക്കെ ഉണ്ടായി ഉടൻ തന്നെ അവിടെ നിന്ന് പോകുന്നു. ഇതും ഒരു ജനനേതാവ് കാണിക്കേണ്ടുന്ന കാര്യമാണോ? ആ വിമർശനവും ഇതിനോടകം തന്നെ വളരെ വ്യാപകമായി തന്നെ ഉയർന്നു വരുന്നുണ്ടല്ലോ പ്രതീഷ്. അതെ, വിമർശനങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇപ്പൊ ഈ വിമർശനങ്ങൾക്ക് പതിയെ തന്നെ വിജയ് പറയുന്ന ഒരാൾ നേതാവ് മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ഈ പറയുന്നത് പോലെ വൈകി എത്തി എന്നുള്ളതിനുള്ള പ്രധാന കാരണം, അതിന്റെ ഒരു സത്യം എന്ന് പറയുന്നത് മനഃപൂർവ്വം വൈകി എത്തിയതല്ല. ഇതിനു മുമ്പ് രണ്ടാമത്തെ ഈ ക്യാമ്പയിന് വിജയ് എന്ന് പറഞ്ഞ ഒരാൾ മൂന്നാമത്തെ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ പോലീസ് തന്നെയാണ് പറഞ്ഞത് ക്രൗഡ് ഉണ്ട്, അവിടെ പോകാൻ കഴിയില്ല. അതേ പോലീസ് പറഞ്ഞ വാക്ക് അത് അനുസരിച്ച് വിജയ് എന്ന് പറയുന്ന ഒരാൾ അവിടെ പോയിട്ടില്ല. അതിന് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്രയും കാത്തിരുന്നു, വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ ഞങ്ങളുടെ കാത്തുനിൽപ്പിന് ഞങ്ങൾ സമയത്തിന് ഒരു വില തരാതെ തിരിച്ചു പോയി എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത്. അത് DMKയുടെ ആൾക്കാരാണ്. അപ്പോൾ പോലീസ് പറഞ്ഞത് അന്ന് അനുസരിച്ചു. അതേപോലെ തന്നെ 8:45 ഫ്ലൈറ്റ് കയറിയ വിജയ് സാറ് അവിടെ എത്താൻ ലേറ്റ് ആയതിന് കാരണം ക്രൗഡ് തന്നെയാണ്. അവിടെ വണ്ടി, പക്ഷെ ഇത്തരം കാര്യങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അതൊരു രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്ന തരത്തിലേക്ക് വിജയ് വളരുന്നില്ല എന്നതിന്റെ കൂടി ഉദാഹരണമല്ലേ? അദ്ദേഹം ഇപ്പോഴും ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ സിനിമാ താരം എന്ന ആ ഒരു സ്റ്റാർഡം എന്നുള്ളതിൽ നിൽക്കുന്നു എന്നതല്ലേ? അതല്ലാതെ ഒരു പക്വത അദ്ദേഹം കാണിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ പ്രതീഷ്? പക്വത കാണിക്കുന്നുണ്ടോ ഇല്ലെന്ന് രാഷ്ട്രീയം ഇതുവരെ ഇലക്ഷനെ പോലും ഫേസ് ചെയ്യാത്തൊരു പാർട്ടിയാണ് വിജയുടെ പാർട്ടി. ഒരു നടനെന്ന നിലയിൽ വലിയ ആൾക്കാർ കൂടുമെന്ന് ഗവൺമെന്റിനും ബാക്കി എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനു മുമ്പേ നടത്തിയിട്ടുള്ള എല്ലാ പരിപാടികൾക്കും അത്രയും ആൾക്കാർ കണ്ടിട്ടുള്ളതാണ്. അതിന് വിഷ്വലായിക്കോട്ടെ പരിപാടികളായിക്കോട്ടെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ പരിപാടികൾ മാത്രം വേണ്ടത്ര പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ആരുടെ ചുമതലയാണ്? പോലീസിന്റെ വിശദീകരണം, പോലീസ് സാധാരണ ഇതിനു മുൻപ് ഇതേ ഭാഗത്ത് വെച്ച് നടത്തിയ ചില പാർട്ടികളുടെ പരിപാടികളിലൊക്കെ എത്തിച്ചതിനേക്കാൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ എത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് പോലീസ്. അവരുടെ ഉത്തരവാദിത്തം, അതിന് വേണ്ട പ്രൊട്ടക്ഷൻ ആരാണ് കൊടുക്കേണ്ടത്? അല്ല, കോടതി ചില ചോദ്യങ്ങൾ വിജയോട് തന്നെ ചോദിച്ചിട്ടുള്ളതാണല്ലോ. ഇതിലിങ്ങനെ ഒരു അപകടം വരാതിരിക്കാൻ എന്താണ് ചെയ്യുന്നത്, അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? അപ്പൊ അങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെയൊക്കെ വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഈ പറയുന്ന ഗൂഢാലോചനയുടെ ഭാഗം മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. എനിക്കറിയുന്നില്ല. കാരണം അതിൽ തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് DMKയുടെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതേപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, പരിപാടി ഈ പറഞ്ഞ ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പ് ഈ 10-12 ആംബുലൻസുകൾ എന്തിനവിടെ പോകുന്നു എന്നുള്ളത് പ്രധാന ഒരു ചോദ്യമല്ലേ? അത് മാത്രമല്ല, ഈ പറയുന്ന ആളുകൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ആളുകൾ തളർന്നു വീഴുന്നു. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ മണിക്കൂറുകളോളം ഈ വെയിലത്ത് കാത്തു നിന്ന് തളർന്നു വീഴുന്ന ആളുകളുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. പിന്നീടാണ് അത് വലിയ ഈ വെള്ളക്കുപ്പി എറിഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ വലിയ ഉന്തും തള്ളും ഉണ്ടാകുന്നു. അങ്ങനെ അത് കൂടുതൽ എന്ന് പറയുന്നതും ഈ ആരോപണങ്ങൾക്കൊക്കെ അതാ പറയുന്നത്, സത്യം എന്ന് പറയുന്നത് പുറത്ത് വരികയില്ല. ഈ വെള്ളം കൊടുത്തില്ല എന്ന് പറയുന്നതൊക്കെ വലിയ വിവാദമായിട്ട് വരുന്നുണ്ട്. വെള്ളം കൊടുത്തില്ല എന്ന് പറയുന്നതും, ഒരാൾ വെള്ളം ചോദിക്കുമ്പോൾ
എറിഞ്ഞു കൊടുക്കുന്നത്. ബസിന്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾ വെള്ളം എങ്ങനെ കൊടുക്കണമെന്നാണ് പറയുന്നത്. എനിക്ക് അതിൽ മനസ്സിലാവുന്നില്ല. അത്രയും താരമുള്ള, അത്രയും തങ്ങിത്തക്കി ഒന്ന് അടുത്ത് നിൽക്കാൻ അത്രയും ക്രൗഡ് ഉള്ള ഇടങ്ങളിൽ ഇറങ്ങിപ്പോയി വെള്ളം കൊടുക്കണമെന്നാണ് പറയുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല. ഇതിനു മുമ്പ് പല രാഷ്ട്രീയ നേതാക്കൾ വെള്ളം കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് പുള്ളി കൊടുത്തത്. ആംബുലൻസിൽ കൊടി എങ്ങനെ വന്നു എന്ന ചോദ്യത്തിനെ മാസ് ഡയലോഗ് ആക്കി. ഇതൊക്കെ ഒരു ആരോപണങ്ങൾ തന്നെയാണ്. സ്വയം മീഡിയ പറയുന്ന ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ എളുപ്പത്തിൽ ഒരാൾ ആംബുലൻസിന് അങ്ങോട്ടേക്കൊന്നും കടക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് പരിപാടി അലങ്കോലപ്പെടുത്താൻ വേണ്ടി വന്നവരാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവരെ കടത്തിവിടാതിരിക്കുന്നു. ഞങ്ങൾ കാണുന്ന വിഷ്വൽസ് ഒന്നും മീഡിയ കാണുന്നില്ല. ഞങ്ങൾ ഈ പറയുന്ന ബാധിക്കപ്പെട്ടവർ എടുക്കാൻ വന്ന അതേ ആംബുലൻസിലെ DMK ആളുകൾ കിടന്ന് ഡാൻസ് കളിക്കുന്ന ഒരു വിഷ്വൽ പുറത്തു വരുന്നില്ല. അത് വൈറലായി. അതൊന്നും താങ്കൾ, എനിക്കൊരു സംശയമുള്ളത് പ്രതീക്ഷ, ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ TVKയുടെ ഭാഗത്ത് നിന്ന് ഇത് ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ, ഈ പരിപാടി ഉത്തരവാദിത്വത്തോടെ നടത്താൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്നതാണ് നിങ്ങളുടെ അവകാശവാദം. 2 മാനാട് നടത്തി, 15 ലക്ഷത്തിൽ കൂടുതൽ 2 മാനാട് നടത്തിയ TVK പാർട്ടിയാണ്. അതിലൊരു ഒരു കുഴപ്പവും സംഭവിക്കാതെ 2 മാനാട്, അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ അവർ മാനാട് നടത്തി TVK പാർട്ടിക്ക് ഈ പരിപാടി നടത്താൻ ഡിസേർവ്ഡ് ആണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് കഴിഞ്ഞ ശനിയാഴ്ചയിൽ വിജയ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ചോദിച്ച സ്ഥലം എന്തുകൊണ്ട് തന്നില്ല, മക്കൾ നെരുക്കടിയായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലം എന്തുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് തരുന്നു? അവർക്ക് കോടതിയിൽ മറുപടിയുണ്ട്. അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിന് വഴിവെക്കും. പ്രതീഷ്, അതിനുള്ള മറുപടി, പോലീസിന്റെ മറുപടി അല്ല, ഞാനൊന്ന് പറയട്ടെ. താങ്കൾ പറയുന്നതിനുള്ള മറുപടി കോടതിയിൽ ഇന്നിപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത് അവിടെ ഒരു മേൽപ്പാലമുണ്ട്, അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് അപകടത്തിനിടയാക്കും എന്ന് പറയുന്ന ആ മറുപടിയാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തേക്ക് എന്ന തരത്തിലേക്ക് നിഷ്കർഷിച്ചത്. പക്ഷെ അപ്പോൾ പോലും പോലീസ് പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ പറഞ്ഞതിലും എത്രയോ അധികം ആളുകളാണ് കൂടുതൽ വന്നത് എന്നതാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഒരു രാഷ്ട്രീയ നേതാവിന് 10,000 പേരായിക്കോട്ടെ, 40,000 പേരായിക്കോട്ടെ, പ്രെഡിക്റ്റ് ചെയ്യാത്ത ആൾക്കാർ വരുമ്പോൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ആരുടെ ചുമതലയാണ്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു രാഷ്ട്രീയ നേതാവിൽ ഒരു മനുഷ്യൻ പുള്ളി പറയുന്നുണ്ട്, ഗർഭിണികളോ സ്ത്രീകളോ കൊച്ചുകളോ പരിപാടിക്ക് വരാൻ പാടില്ല എന്ന് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. വിജയുടെ അണികൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആദവ് അർജുന എന്ന് പറയുന്ന ഒരാൾ, പുള്ളി വളരെ വ്യക്തമായിട്ട് ഒരു കൊച്ചുകുട്ടി വിജയ് സാറൊപ്പം വരുമെന്ന് പറഞ്ഞു. അത് വേറൊരു പരിപാടിക്കാണ്. കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞപ്പോൾ പുള്ളി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല, നിങ്ങൾ വീട്ടിൽ പോകണം, നിങ്ങൾ TV നിന്ന് കാണുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്ത്രീകളോ ഗർഭിണികളോ സ്ത്രീകളോ വരരുതെന്ന് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. അത് വിജയ് സാർ പറയുന്നുണ്ട്, തലവൻ പറയുന്നുണ്ട്, വിജയുടെ അണികൾ പറയുന്നുണ്ട്. കുട്ടികളെ കാണുമ്പോൾ അവർ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഞങ്ങൾ അവരെ അടിച്ചോടിക്കണമെന്നാണ് പറയുന്നത്. സാധാരണ നിലയിൽ ഇത്രയും ആൾക്കാർ കൂടുമ്പോൾ 10,000 പേര് പറയുന്നിടത്ത് 20,000 പേരും വരും, 40,000 പേരും വരും. അപ്പോൾ അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തം TVK കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ നമ്മൾ പോലീസിന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ളതിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിലൂടെ കാര്യങ്ങളൊക്കെ വ്യക്തമാകട്ടെ. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വിജയ് എന്ന് പറയുന്ന ഒരാൾ അവിടെ നിൽക്കുമ്പോൾ ആ സാഹചര്യം ഗുരുതരമാകുകയല്ലേ ചെയ്യേണ്ടത്? വിജയ് സാർ എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, താരമാണ്, ഒരു ബ്രാൻഡാണ്. ആ പുള്ളി റോഡിൽ നിന്നാൽ പോലും അവിടെ അത്രയും ക്രൗഡ് കൂടും. അതെ, അത് പാർട്ടി മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് ആ തരത്തിലേക്ക് തന്നെ വേണമല്ലോ. അതിലൊരു ഉത്തരവാദിത്വം വിജയിക്കും അദ്ദേഹത്തിന്റെ സഹഭാരവാഹികൾക്കുമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. വളരെ നന്ദി പ്രതീഷ് പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.